വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് ഇന്ന് പ്രതി അഫാന്റെ ഉമ്മ ഷമീനയുടെ മൊഴി രേഖപ്പെടുത്തും. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷമീന തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴി ഇല്ലാതായതോടെ കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത്. ഇത് തന്നെയാണ് കാരണം എന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അഫാന്റെ മൊഴിയെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ. അതേസമയം കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും അപൂർവമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംഭവം പ്രത്യേക കേസ് സ്റ്റഡിയായി പോലീസ് പഠിക്കും. ഇരകളെയെല്ലാം ഒന്നിച്ചു കൊലപ്പെടുത്തുന്ന രീതിയാണ് ഭൂരിഭാഗം കേസുകളിലുള്ളത്. എന്നാൽ വെഞ്ഞാറമൂട് കേസിൽ പ്രതി അഫാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ആക്രമണ പരമ്പരയിലൂടെയാണ് 3 വീടുകളിലായി 5 പേരെ കൊലപ്പെടുത്തിയത്. ഇതിനായി ഇയാൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. കൊലപാതകങ്ങൾക്ക് ഇടവേളകളെടുത്ത് വിശ്രമിച്ചു, മദ്യപിച്ചു. എല്ലാറ്റിനും ശേഷം കുളിച്ച് വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ക്രിമിനൽ പശ്ചാത്തലമോ സമൂഹത്തിൽ മുൻപ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്ത അഫാൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറിയെന്നതിന് പോലീസിന്റെ പക്കൽ വ്യക്തമായ ഉത്തരമില്ല. പുതിയ കാലത്തെ ലഹരി മരുന്നുകളുടെ അടിമയാണ് അഫാൻ എന്ന വാദങ്ങളുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. താൻ വല്ലപ്പോഴും മാത്രം മദ്യപിക്കുന്ന ആളാണ് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. അതീവ രഹസ്യമായി ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. ഏകദേശം 65 ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി. പ്രധാനമായും 12 പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത്. ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു. ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ചു വന്ന പതിവ് രീതി. എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയുണ്ടായി. പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം ആത്മഹത്യ ചെയ്യാമെന്ന തീരുമാനമെടുത്തു. ഉമ്മയ്ക്കും സഹോദരനും ഒപ്പം താനും ജീവനൊടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലെത്തിയത് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. ഉമ്മയെയും സഹോദരനെയും ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്ന് മൊഴിയിലുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലും പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തത്. ഈ കാരണത്താൽ ഇവരോട് അഫാന് പകയുണ്ടായിരുന്നു. ഇതാണ് 3 പേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത്. ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്ന തീരുമാനമാണ് ഫർസാനയെ കൊല്ലുന്നതിലേക്ക് തന്നെ എത്തിച്ചത് എന്ന് മൊഴിയിൽ പറയുന്നു.